റാൻഡം സീക്വൻസ് ജനറേറ്റർ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്താണെന്ന് ആദ്യം നോക്കാം. ദെൻ റാൻഡം സീക്വൻസ് ജനറേറ്ററിന്റെ ഡിസൈനിങ് പഠിക്കണം. അപ്പോൾ നിങ്ങൾ പല ടൈപ്പ് കൗണ്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അസിൻക്രണസ് കൗണ്ടർ, സിൻക്രണസ് കൗണ്ടർ, മോഡേൺ കൗണ്ടർ, അതുതന്നെ അസിൻക്രണസ് ടൈപ്പ്, സിൻക്രണസ് ടൈപ്പ്, അങ്ങനെ പല ടൈപ്പ് കൗണ്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈ റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് സിൻക്രണസ് കൗണ്ടർ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമലി ഒരു സിൻക്രണസ് കൗണ്ടർ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ നോർമലി ഒരു സിൻക്രണസ് കൗണ്ടർ പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും 4 ബിറ്റ് സിൻക്രണസ് കൗണ്ടർ. അപ്പോൾ നമുക്കറിയാം 4 ബിറ്റ് സിൻക്രണസ് കൗണ്ടർ ആകുമ്പോൾ അത് 0 തൊട്ട് 2n-1 വരെ കൗണ്ട് ചെയ്യും, അപ്പ് കൗണ്ടർ ആണെങ്കിൽ. ഇനി അഥവാ ഇതൊരു ഡൗൺ കൗണ്ടർ ആണെങ്കിൽ 2n-1 തൊട്ട് 0 വരെ കൗണ്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കേസിൽ നോക്കാനാണെങ്കിൽ ഇപ്പൊ 4 ബിറ്റ് കൗണ്ടറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു 4 ബിറ്റ് കൗണ്ടർ അപ്പ് കൗണ്ടർ ആണെങ്കിൽ അത് 0 തൊട്ട് 15 വരെ കൗണ്ട് ചെയ്യും. അതല്ല ഇനി 4 ബിറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഒരു ഡൗൺ കൗണ്ടർ ആണെങ്കിൽ 15 തൊട്ട് 0 വരെ കൗണ്ട് ചെയ്യും. അതേപോലെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു 3 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ അത് 0 തൊട്ട് 7 വരെ കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ 7 തൊട്ട് 0 വരെ കൗണ്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരു കൗണ്ടർ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 4 ബിറ്റ് അല്ലെങ്കിൽ 3 ബിറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന്റെ സ്റ്റാർട്ടിങ് വാല്യൂ നമുക്ക് അറിയായിരിക്കും, അതേപോലെ തന്നെ എൻഡ് വാല്യൂ നമുക്ക് അറിയായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 3 ബിറ്റ് കൗണ്ടർ ആണ് എടുക്കുന്നത്, 3 ബിറ്റ് അപ്പ് കൗണ്ടർ എടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ സ്റ്റാർട്ടിങ് വാല്യൂ 0 ആണ്, എൻഡ് ചെയ്യുന്ന അതായത് ആ ഒരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്ന ഫസ്റ്റ് വാല്യൂ 0 ആണ്, ദെൻ ആ കൗണ്ടർ കൗണ്ട് ചെയ്യുന്ന ലാസ്റ്റ് വാല്യൂ 7 ആണ്. അപ്പൊ 0, 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ഈ കൗണ്ടർ കൗണ്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു കൗണ്ടറിന്റെ കേസിൽ നമുക്ക് ഇപ്പൊ നമ്മളൊരു 3 ബിറ്റ് അപ്പ് കൗണ്ടർ ആണ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം അത് 0 തൊട്ട് 7 വരെ കൗണ്ട് ചെയ്ത് പോകുന്നു. പക്ഷെ നമുക്ക് 0 തൊട്ട് 7 വരെ ഒന്നും കൗണ്ട് ചെയ്യണ്ട, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കൗണ്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 3 ബിറ്റ് അപ്പ് കൗണ്ടർ ആണ്, അത് 0 തൊട്ട് 7 വരെ കൗണ്ട് ചെയ്യും. അത് പക്ഷെ നമുക്ക് 0 തൊട്ട് 7 വരെ കൗണ്ട് ചെയ്യേണ്ട, പകരം 4 വരെ കൗണ്ട് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നടക്കില്ല. ഉറപ്പായിട്ടും ആ കൗണ്ടർ അതിന്റെ സ്റ്റാർട്ടിങ് വാല്യൂയിൽ നിന്നും എൻഡ് വാല്യൂ വരെ കൗണ്ട് ചെയ്ത് തന്നെ പോകും. ദെൻ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തൊരു കൗണ്ടറിലേക്ക് പോയി, അതാണ് മോഡേൺ കൗണ്ടർ. മോഡേൺ കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോഡ് വാല്യൂ എന്താണോ ആ പർട്ടിക്കുലർ വാല്യൂ വരെ ആ കൗണ്ടർ കൗണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മോഡ് 10 കൗണ്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു മോഡ് 10 കൗണ്ടർ എന്ന് പറയുന്നത് ഒരു 4 ബിറ്റ് കൗണ്ടർ ആണ്. നോർമലി ഒരു 4 ബിറ്റ് കൗണ്ടർ 0 തൊട്ട് 15 വരെ കൗണ്ട് ചെയ്യും. പക്ഷെ ഇതൊരു മോഡ് 10 കൗണ്ടർ ആയതുകൊണ്ട് നമുക്ക് 0 തൊട്ട് 10 വരെ ഇത് കൗണ്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ച മോഡ് 10 കൗണ്ടറിന്റെ കേസിൽ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ വരെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് രണ്ടും അല്ലാതെ ഇപ്പം 1, 3, 5, 7, 11, 15 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് മാത്രം റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് തരികയാണ്. ഈ റാൻഡം ആയിട്ട് തരുന്ന നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് റാൻഡം ആയിട്ട് തരുന്ന നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാൻ, അതായത് ഈ കൗണ്ടർ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ കൗണ്ടർ ഒരു 4 ബിറ്റ് കൗണ്ടർ ആണ്. ഈ 4 ബിറ്റ് കൗണ്ടർ 0 തൊട്ട് 15 വരെ കൗണ്ട് ചെയ്ത് പോവില്ല, അല്ലെങ്കിൽ 0 തൊട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കൗണ്ട് ചെയ്ത് പോവില്ല. പകരം റാൻഡം ആയിട്ട് ചില നമ്പേഴ്സ് മാത്രമേ കൗണ്ട് ചെയ്യൂ. ഇങ്ങനെ റാൻഡം ആയിട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് ആണ് റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ റാൻഡം സീക്വൻസ് ജനറേറ്ററിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ഡിസൈൻ ചെയ്യുന്നതെന്നാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്.